വെൽക്കം ടു ഓൾ. നമ്മൾക്കിന്നൊരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അപ്രോച്ചിന്റെ കോൺസെപ്റ്റും അത് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫേമിന്റെ വാല്യൂ കാണാനുള്ള ഫോർമുല അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കൈരളി ഫിനാൻസ് ലിമിറ്റഡ് ഹാസ് 15,000 ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ഡേറ്റ്. 15,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ്. Currently, the shares of the company is being traded at the price of 125 per share. Current price അതായത് P0 എന്ന് പറയുന്നത് 125 ആണ്. It is expected that the firm would pay dividend of 5 per share in the next year. Firm 5 രൂപയാണ് ഡിവിഡൻഡ് ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കുന്നത്. അതായത് D1 5 ആണ്. The firm has project in hand requiring new investment of 5 lakh. പുതിയൊരു പ്രൊജക്ട് ഉണ്ട് കയ്യിൽ, അതിന് പുതിയതായിട്ട് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 5 ലക്ഷമാണ്. The shareholders expected rate of return KE എന്ന് പറയുന്നത് 12% ആണ്. And the firm expected to have net profit of 2,50,000 at the end of year. Illustrate approach that payment of dividend has no impact on value of the firm. നമ്മളോട് അപ്രോച്ച് പ്രകാരം ഡിവിഡൻഡ് ചെയ്യുന്നതിന് വാല്യൂ ഓഫ് ഫേമിൽ ഒരു ഇമ്പാക്റ്റും ഇല്ലാന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോഴുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഡിവിഡൻഡ് 0 കൊടുത്തില്ല എന്നുള്ള ഡിസിഷൻ ആണെങ്കിലുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു സൈഡിൽ എടുത്ത് എഴുതുക. ഇപ്പൊ 15,000 ഇക്വിറ്റി ഷെയർസ്, അതായത് എന്താണ്? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ ഫോർമുല പ്രകാരം N. അപ്പൊ N ഈക്വൽ ടു 15,000 എന്നൊരു സൈഡിൽ എഴുതുക. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എന്താ നോക്കണേ? 125 പെർ ഷെയർ. കറന്റ്ലി ട്രേഡിംഗ് പ്രൈസ് അതായത് P0 എത്രയാണ്? 125. പിന്നെ എന്താ തന്നിരിക്കേണ്ടത്? ഡിവിഡൻഡ് ചെയ്യുന്നത്, അതായത് D1 5. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ്, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 5. ഇനി വരുന്നത് എന്താണ്? റിക്വയറിംഗ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ്, പുതിയതായിട്ട് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് I എത്രയാണ്? 5 lakh. ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് KE 12%. പിന്നെ ഫേം എക്സ്പെക്ടഡ് ടു ഹാവ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 25,000, അതായത് 25,000. നമുക്കറിയാം വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്? N പ്ലസ് M ഇൻറ്റു P1 ആണ്. അതായത് N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലസ് M എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഇൻറ്റു P1 പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ. അങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതിനകത്ത് നമുക്ക് P1 അറിയില്ല, വി ഹാവ് P0, പക്ഷെ P1 അറിയില്ല. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ P1 കാണാനുള്ള ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? P1 വിൽ ബി ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് P1. ഇനി P0 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? P0 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിവിടെ നോക്കിയാൽ കാണാം കറണ്ട് പ്രൈസ് എത്രയാണ്? 125. അപ്പൊ ഫോർമുല എഴുതുക P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1 ആണ് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ്. P1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല. P0 എത്രയും തന്നിട്ടുണ്ട്? 125 ഇൻറ്റു 1 പ്ലസ് KE എത്രയാണ്? 12%. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് KE എന്ന് പറയുന്നത്. 12% എന്ന് പറഞ്ഞാൽ എന്താ? 0.12 മൈനസ് D1. നമ്മൾ ആദ്യം ഡിവിഡൻഡ് പേ ചെയ്യുന്ന കേസാണ് നോക്കണത്. എത്ര കൊടുക്കണത്? 5. ഇനി അത് സോൾവ് ചെയ്യുക. 125 ഇൻറ്റു 1.12 മൈനസ് 5, യു വിൽ ഗെറ്റ് 135. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് N ഇൻറ്റു M ഇൻറ്റു P1 ആണ്. P കിട്ടി. N നമുക്കറിയാം എത്ര ഷെയർ ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്? 15,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയണത് M ആണ്, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. M കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. I മൈനസ് E മൈനസ് N D1 ഡിവൈഡഡ് ബൈ P1. I എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് എത്രയാണ്? 5 lakh. അപ്പൊ 5 lakh മൈനസ് E എന്ന് പറഞ്ഞ എന്താണ്? ഏർണിംഗ് എത്രയാണ്? എക്സ്പെക്ടഡ് ഏർണിംഗ് 2,50,000 മൈനസ് N നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ്?
15,000. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 15,000 ഇൻറ്റു D1 എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ P1 എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 135. ഇനി ജസ്റ്റ് ഈ ഫോർമുല സോൾവ് ചെയ്യുക. എത്രയാണ്? 5 lakh മൈനസ് 2,50,000 മൈനസ് 15,000 ഇൻറ്റു 5. അപ്പൊ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എന്താണ്? 1,75,000. അപ്പൊ 5 lakh മൈനസ് 1,75,000 ഡിവൈഡഡ് ബൈ 135. ദാറ്റ് ഈസ് 3,25,000 ഡിവൈഡഡ് ബൈ 135. അപ്പൊ എത്ര വാല്യൂ? 2,407.4. അതായത് 2,407.4. അതാണ് എന്ത്? നമുക്കൊരു ഫുൾ ഫിഗർ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. 2,407.4 ഷെയർസ് ആണ് നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ വേണ്ടത്. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. വാല്യൂ എങ്ങനെയാ? N പ്ലസ് M ഇൻറ്റു P1. N അറിയാം, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യനിൽ വന്നിട്ട് 15,000 പ്ലസ് M നമ്മൾ കണ്ടുപിടിച്ചു, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് 2,407.4 ഇൻറ്റു P1 നമ്മൾ കണ്ടുപിടിച്ചു 135. അപ്പൊ മൊത്തം എത്രയാണ് വാല്യൂ കിട്ടുക? 23,50,000. ഇത് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മളോട് അപ്രോച്ച് വാലിഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രോച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്താലും ഇഷ്യൂ ചെയ്തില്ലെങ്കിലും ഫേമിന്റെ വാല്യൂല് ചേഞ്ച് ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇഷ്യൂ ചെയ്യാത്ത സമയം, അതായത് D1 0, ഡിവിഡൻഡ് കൊടുക്കണില്ല. P1 കാണാനുള്ള ഫോർമുല P0 ഇൻറ്റു 1 പ്ലസ് KE മൈനസ് D1. P0 നമുക്കറിയാം, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 125 ഇൻറ്റു 1 പ്ലസ് കെയിലൊന്ന് മാറ്റില്ല 0.12 മൈനസ് ഡിവിഡൻഡ് കൊടുക്കാത്ത സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് 0. അപ്പൊ എത്രയായിരിക്കും P1? 140. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇനി എന്താണ്? എത്ര നമ്പർ ഓഫ് ഷെയർസ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യണം നോക്കാനാണ്. അപ്പൊ M അത് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, I മൈനസ് E മൈനസ് ND1 ഡിവൈഡഡ് ബൈ P1. I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 5 lakh മൈനസ് E എത്രയാണ്? 2,50,000 ഏർണിംഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മൈനസ് N നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 15,000 ഇൻറ്റു ഇവിടെ D1 എത്ര? 0, നമ്മൾ കൊടുക്കണില്ല, 0 ഡിവൈഡഡ് ബൈ ഇവിടത്തെ P1 എത്ര കൊടുക്കാതിരിക്കുമ്പോൾ ഉള്ളത് 140 എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അത് സോൾവ് ചെയ്യാം. 5 ലക്ഷം മൈനസ് 2,50,000 മൈനസ് 0 ബൈ 140. 5 ലക്ഷം മൈനസ് 2,50,000 ഡിവൈഡഡ് ബൈ 140. സോ 2,50,000 ബൈ 140 എത്രയാണ്? 1,755.71 ഷെയർസ് ആണ്. ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരുള്ളൂ. ഇനി വാല്യൂ ഓഫ് ഫേം എങ്ങനെയാ? N പ്ലസ് M ഇൻറ്റു P1. N നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? 15,000 പ്ലസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട ഷെയർ M എത്രയാ? 1,755.71 ഇൻറ്റു P1 എത്രയാ? കൊടുക്കാതിരിക്കുമ്പോൾ അത് 140. ആൻസർ 23,50,000 തന്നെയാണ് കിട്ടുക. ഇത് തന്നെയാണ് ഡിവിഡൻഡ് 5 രൂപ കൊടുത്തപ്പോഴും കിട്ടിയത്. സോ വാല്യൂല് വ്യത്യാസമൊന്നുമില്ല. സോ അപ്രോച്ച് നമ്മൾ വാലിഡേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്രോച്ച് ചെയ്യാൻ പറയുമ്പോൾ അവർ തന്നിരിക്കുന്ന ഒരു ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ടാവും, അത് വെച്ചിട്ടും ചെയ്യാം, 0 ഡിവിഡൻഡ് ആയിട്ടും ചെയ്യാം. രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും വരിക. ചെയ്ത് നോക്കുക. ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കുക. താങ്ക് യു.